പേര് കൃത്യമായിട്ട് ആർക്കും ഒരാൾക്കും മനസ്സിലാക്കും. അതുകൊണ്ട് ഞാൻ ഏത് ജാതി ആയാലും നിനക്കെന്തടാ, ഞാൻ ഏത് മതമായാലും നിനക്കെന്തടാ, എൻ്റെ ഈ രാജ്യത്ത് ഞാൻ കൃത്യമായിട്ട് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ ഏത് ജാതി ഏത് മതവും എന്ന് ചോദിക്കാൻ നീ ആരാടാ? നിന്നോട് എന്തിനാടാ ഞാൻ എൻ്റെ ജാതിയും മതവും വിശ്വാസവും ഒക്കെ പറയുന്നത്? അല്ല, ഫാത്തിമ മുർഷിദായ്ക്ക് എന്താണ് വേണ്ടത്? എന്തുവാണ് നിങ്ങളൊക്കെ ചോദിക്കുന്നത്? അയ്യോ ഫാത്തിമ മുർഷിദ, ഞാൻ കൃഷിയുടെ ഒന്നുമല്ല വെച്ചേ. ഇപ്പൊ കലപ്പയും കുറിപ്പിച്ചോണ്ട് നിന്റെ മറ്റവും വരും, നീ പോയി കിടന്നു കൊടുക്ക്. ഞാൻ ആ ടൈപ്പല്ല. കൃഷിയിടമാകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും അങ്ങനെ ഒരു അടിമജീവിതം വേണ്ടാന്ന് വിചാരിച്ചത് കൊണ്ടുമാണ് ആ മതം ഉപേക്ഷിച്ചത്. മനുഷ്യൻ നന്നായാൽ മതി. നിങ്ങളൊന്ന് നന്നാകുവോ? നീയൊക്കെ നന്നാകുവോ? എന്നാൽ തന്നെ നാട് നന്നായി. നീയൊക്കെ ഒന്ന് നന്നായി കിട്ടിയാൽ മതി. ഇവിടെ മനുഷ്യനായിട്ട് ജീവിക്കാൻ സാധിക്കണം. വെളിവില്ലാത്ത കുറെ എണ്ണം കയറി ഇങ്ങോട്ട് വരും. എന്തുവാ പറയുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. എന്നാ നമ്മൾ എന്തുവാ പറയുന്നതെന്ന് അവർക്ക് വല്ല ഐഡിയയും ഉണ്ടോ? അതും ഇല്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതൊക്കെ ഏതാണ്ട് ഇതേ രീതി തന്നെയാണ്. രാജ്യവിരുദ്ധതയും മത തീവ്രവാദവുമാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പാകിസ്ഥാൻ ഇന്ത്യ വാർ സമയത്ത് നമ്മൾ ഇതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാ. 1999 കാർഗിൽ യുദ്ധം നടക്കുന്നത് 99 കേട്ടോ. കാഠ്മണ്ഡുവിൽ നിന്ന് കാണ്ഡഹാറിലേക്ക് പറന്ന IC-814 എന്ന ഒരു വിമാനം ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്യുവാണ്. യാത്രക്കാരെ മുഴുവനും ബന്ധികളാക്കുന്നു. ആരാണെന്നറിയാമോ? ആരെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നറിയാമോ? മസൂദ് അസർ എന്ന് പറയുന്ന ഭീകരൻ അന്ന് ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്ത്യയുടെ ജയിലിലായിരുന്നു. എന്നിട്ട് കാഠ്മണ്ഡുവിലെ ആ വിമാനം ഹൈജാക്ക് ചെയ്ത് ഈ ഭീകരനെ മോചിപ്പിച്ച് സർക്കാരിനെതിരെ വിലപേശി നേടിയെടുത്ത വിജയത്തിന്റെ ബുദ്ധി കേന്ദ്രമാരായിരുന്നെന്നറിയാമോ? അബ്ദുർ റഊഫ് അസ്ഹർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ തീവ്രവാദികളുടെ എല്ലാ മതം ഇസ്ലാമാണ്. എല്ലാ ഇസ്ലാം മതവിശ്വാസികളും തീവ്രവാദികളാണെന്ന് നമ്മൾ പറയുന്നില്ല. എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് കുരുക്കൾ പൊട്ടുന്നത്? ഈ ആക്രമണത്തോടുകൂടി പാകിസ്ഥാനിലെ ജിഹാദി സർക്കിളുകളില് അതിപ്രശസ്തനായി മാറിയ റൌഫ് 2001 വീണ്ടും ഇന്ത്യയെ ലക്ഷ്യം വയ്ക്കുന്നത്. വർഷം 2001. ലഷ്കർ എ തൊയ്ബയുമായി ചേർന്ന് ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കാൻ ജെയ്ഷെ മുഹമ്മദിന് കഴിഞ്ഞതിന്റെ പിന്നിലും റൌഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ ബുദ്ധിയാണ്. 2005 അയോധ്യയില് താൽക്കാലികമായി നിർമ്മിച്ച രാമക്ഷേത്ര പരിസരത്ത് സ്ഫോടനം ആസൂത്രണം ചെയ്തതും റൌഫ്. 2016 പത്താൻകോട്ട് എയർബേസ് ആക്രമണം നടത്താൻ തീവ്രവാദികളെ നുഴഞ്ഞു കയറാൻ സഹായിച്ച ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രവും റൌഫ്. ക്യാമറ കണ്ണുകൾക്ക് പിടികൊടുക്കാത്ത, പൊതുമാധ്യമത്തിന്റെ വെളിച്ചം കാണാത്ത റൌഫ് എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ ആർമിയുടെ ഇന്റലിജൻസ് ബ്രീഫിംഗിൽ മാത്രം ഒതുങ്ങിയിരുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ സൂത്രധാരനാണ് അബ്ദുർ റഊഫ് അസർ. വേറൊരാളെ നിങ്ങൾക്കറിയുമ്പോൾ ദാവൂദ് ഇബ്രാഹിം. അയാളുടെ ചിത്രങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? 3 ചിത്രം. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളത്. അതേ ഉള്ളൂ ഇവിടെ. തഹാവൂർ ഹുസൈൻ റാണ അതേ ഉള്ളൂ ഇവിടെ. അവരുടെയൊക്കെ വളരെ റെയർ ചിത്രങ്ങൾ. കാരണം ക്യാമറ കണ്ണുകൾക്കൊക്കെ അവരെ ഭയമാണ് അവരുടെ ചിത്രം ഒന്ന് ഒപ്പിയെടുക്കാൻ. ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഭയമാണ് ഇതുപോലെയുള്ള തീവ്രവാദികളുടെ ചിത്രം റിപ്പോർട്ട് ചെയ്യാൻ. എന്നിട്ട് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായ മസൂദ് അസ്ഹറിന്റെ അനിയനാണ് റൌഫ്. മസൂദ് അസ്ഹറിന്റെ അനിയൻ. അവന്റെ തല ഇന്ത്യ എടുത്തിട്ടുണ്ട്. കാലങ്ങളോളമായി ഇന്ത്യ തലയ്ക്ക് വിലയിട്ട് തേടിയിരുന്ന ഇന്ത്യയുടെ ശത്രുവിൽ ഒരാളായിരുന്നു അവൻ. 2022 ഇവനെ ആഗോള തീവ്രവാദികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടി നമ്മൾ ശ്രമിച്ച സമയത്ത് അതിനെ കൂടുതൽ തെളിവില്ല എന്ന മുടന്ത ന്യായത്തിൽ വീറ്റോ ചെയ്ത് കളഞ്ഞതാണ് ചൈനയാണ്.
2002 വാൾ സ്ട്രീറ്റ് ജേണലിന്റെ പത്രപ്രവർത്തകനായിട്ടുള്ള ഡാനിയൽ പേളിനെ തട്ടിക്കൊണ്ടുപോയി കൊന്നത് വഴി ആഗോളതലത്തിൽ ശ്രദ്ധേയനായ വ്യക്തിയാണ് ഇയാൾ. അമേരിക്ക 2010 ആഗോള ഭീകരവാദിയായിട്ട് ഇവനെ പ്രഖ്യാപിച്ചെങ്കിലും പാകിസ്ഥാന്റെ ഇന്റലിജൻസ് പിന്തുണയോടുകൂടി ഈ പരീക്ഷത്തിനെ പോലെ തന്നെ സമുദ്രത്തിന്റെ ഏതോ കോട്ടയിൽ സുരക്ഷിതമായി എന്ന മിഥ്യാധാരണയിൽ അവൻ സുഖിച്ചിരിക്കുകയാണ്. പക്ഷേ തക്ഷകനായിട്ട് ഇന്ത്യ പുറത്തുണ്ട് എന്ന് അവൻ മറന്നു പോവുക. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ച് എല്ലാ ബുദ്ധി കേന്ദ്രങ്ങളെയും ഇന്ത്യ തകർത്തെറിഞ്ഞ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. റൌഫാണെങ്കിലും മസൂദ് അസർ ആണെങ്കിലും തഹാവൂർ ഹുസൈൻ റാണയാണെങ്കിലും ഇനി അതല്ല സജ്ജാദ് ഗുള്ളാണെങ്കിലും ദാവൂദ് ഗിലാനി ആണെങ്കിലും ദാവൂദ് ഇബ്രാഹിം ആണെങ്കിലും ഇനി അതിൻ്റെ അപ്പുറം ഒസാമ ബിൻ ലാദന്റെ മകൻ ഹംസ ബിൻ ലാദനായിരുന്നാലും ശരി, ഏത് കൊട്ടാരമുണ്ടാക്കി കടലിന്റെ നടുക്കിരുന്നാലും ശരി, തക്ഷകനെ പോലെ ഇന്ത്യ അവരിലേക്ക് എത്തിയ ചരിത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. 7 നിലകളുള്ള ഒരു മണിമാളികയുണ്ടാക്കി അതിനു ചുറ്റും വലിയ കനത്ത ഏർപ്പാട് ചെയ്ത് കോട്ടയ്ക്ക് ചുറ്റും വളരെ ഉയരമുള്ള മതയാനകളെ കൊണ്ട് പ്രതിഷേധം തീർത്തിട്ട് പരീക്ഷത്തിനെ തക്ഷകനിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ 7-ാം ദിവസം ഒരു ചെറിയ പഴത്തിനകത്തൊരു പുഴുവിനെ പോലെ ഒളിച്ചിരുന്ന് ഈ പരീക്ഷത്തിന്റെ സകല കാവലിനെയും കബളിപ്പിച്ച് തക്ഷകൻ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്ന ചരിത്രം ഒരു കഥയാണ്, ഒരു പുരാണ കഥയുടെ ആവിഷ്കാരമാണ്. ഇനി മസൂദ് അസർ ആണെങ്കിലും ദാവൂദ് ഇബ്രാഹിം ആണെങ്കിലും ഇവരൊക്കെ കോടികളുടെ പിൻബലമുണ്ടായിരിക്കട്ടെ, മണിമാളികകളുടെ സുരക്ഷയുണ്ടായിരിക്കട്ടെ, ഇവർ ആശങ്കപ്പെട്ട് തന്നെയാണ് അതിനകത്തും ജീവിക്കുന്നത്. പേടിച്ച് നീറി കാത്തിരിക്കുക. കാരണം അവന്റെ ഒക്കെ അന്ത്യം കുറിക്കുന്ന തക്ഷകനായിട്ട് ഇന്ത്യ എത്തുമെന്ന് അവർക്കറിയാം. ഇപ്പോ ഇറാൻ വലിയ കോട്ടയുണ്ടാക്കിയിട്ടാണ് ഇസ്മായിൽ ഹനിയയെ കൊണ്ടുപോയി പാർപ്പിച്ചത്. അതിനകത്ത് കയറിയിട്ട് ഈ ഇസ്രായേലിന്റെ ചുണക്കുട്ടികൾ, മൊസാദിന്റെ ചുണക്കുട്ടികൾ, പുലിക്കുട്ടികൾ അതിൻ്റെ അകത്ത് കയറി ഇസ്മായിൽ ഹനിയയെ കഷ്ണമാക്കി ചിതറി തെറിപ്പിച്ചില്ലേ. ഒരു ഹെലികോപ്റ്ററിനകത്തായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഇരുന്നത്. ഒരു പേജറിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നതാ, ചിതറിത്തെറിച്ചു, കാക്ക തീർന്നു പോച്ച്, പൊലിഞ്ചു പോച്ച്. എങ്ങനെയാണ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടത് എന്നറിയുന്നത് ഏതാണ്ട് 2 മാസക്കാലത്തിന് ശേഷമാണ്. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഇല്ലാതാക്കി. ഇപ്പോൾ ഇസ്രായേലും ഇന്ത്യയും ചങ്കാണ്. ഒരു പക്ഷേ ഇന്ത്യൻ ഇസ്രായേലിന്റെ മൊസാദിനോട് കിടപിടിക്കത്തക്ക രൂപത്തിൽ വളർന്ന് പടർന്ന് പന്തലിക്കുവാണ്. കണ്ടില്ലേ, കാനഡയിൽ പോയിരിക്കുവാണ് ഹർദീപ് സിംഗ് നിജാർ, തലയെടുത്തില്ലേ. അപ്പൊ ഇന്ത്യക്കെതിരെ കൊരച്ചുകൊണ്ടിരിക്കുന്ന ഏത് ശക്തിയെയും ആ ഈറ്റില്ലത്തിനകത്ത് കയറി ഇല്ലാതാക്കാൻ ഇന്ത്യ ഇന്ന് ശക്തമായ രാജ്യമാണ് എന്ന് എപ്പോഴും തെളിയിച്ചുകൊണ്ടേയിരിക്കുവാണ്. അതൊരു പക്ഷേ ഇനിയും മനസ്സിലാക്കാത്ത ആളുകൾക്ക് തക്ഷകനെ പോലെ മനസ്സിലാകും. പക്ഷേ ഈ ഭീകരർക്കറിയാം